ഭരതൻ സംവിധാനം ചെയ്ത് 1985 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് കാതോട് കാതോരം. മലയാള സിനിമയിലെ ഗൃഹാതുരമായ ഓർമ്മകളിൽ ഇന്നും ഈ ചിത്രം മുൻനിരയിൽ നിൽക്കുന്നു. ഇതിൻ്റെ തിരക്കഥ ജോൺ പോളിൻ്റേതാണ്. സാമൂഹികമായി ഒറ്റപ്പെട്ടുപോയ രണ്ട് വ്യക്തികളുടെ ഹൃദയബന്ധമാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഭർത്താവ് ഉപേക്ഷിച്ച മേരിക്കുട്ടി തൻ്റെ കുട്ടിയുമായി ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണ്. ആ ജീവിതത്തിലേക്ക് ലൂയിസ് എന്ന യുവാവ് എത്തുന്നതും തുടർന്നുണ്ടാകുന്ന മാറ്റങ്ങളുമാണ് സിനിമയുടെ സത്ത. സമൂഹത്തിൻ്റെ കപട സദാചാരങ്ങളെയും കാഠിന്യത്തെയും ഭരതൻ ഈ ചിത്രത്തിലൂടെ വരച്ചുകാട്ടുന്നു. കാതോട് കാതോരം എന്ന ഈ സിനിമയെ അനശ്വരമാക്കുന്നതിൽ അതിൻ്റെ സംഗീതം വലിയ പങ്ക് വഹിച്ചു. പ്രശസ്ത സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ്റെ ആദ്യകാലത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണിത്. ദേവദൂതർ പാടി, നീയൻ സ്വർഗ സൗന്ദര്യമേ തുടങ്ങിയ ഗാനങ്ങൾ ഇന്നും മലയാളികൾക്കിടയിൽ ജനപ്രിയമാണ്. ചിത്രത്തിൻ്റെ ടൈറ്റിൽ ഗാനം ഭരതൻ തന്നെയാണ് സംഗീതം നൽകിയത്. ദൃശ്യഭംഗിയും വൈകാരികതയും ഇഴചേർന്ന ഭരതൻ്റെ ആവിഷ്കാര ശൈലി സിനിമയിലുടനീളം കാണാവുന്നതാണ്. ലൂയിസ് എന്ന കഥാപാത്രമായി മമ്മൂട്ടി നടത്തിയ സ്വാഭാവികമായ അഭിനയം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. 2024 പുറത്തിറങ്ങിയ രേഖാചിത്രം എന്ന സിനിമയിൽ കാതോട് കാതോരത്തിൻ്റെ സെറ്റിലുണ്ടായ ചില സംഭവങ്ങളെ പരാമർശിക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ ലൂയിസ് എന്ന കഥാപാത്രം. ഒരു മലയോര ഗ്രാമത്തിലേക്ക് തൊഴിൽ തേടിയെത്തുന്ന ലൂയിസ് എന്ന യുവാവായാണ് മമ്മൂട്ടി അഭിനയിച്ചത്. മാനസികമായി അല്പം ഉൾവലിഞ്ഞ സ്വഭാവമുള്ള ഈ കഥാപാത്രത്തിൻ്റെ നിഷ്കളങ്കതയും പരിഭ്രമങ്ങളും മമ്മൂട്ടി അതിമനോഹരമായി അവതരിപ്പിച്ചു. ലൂയിസിന്റെ സംഗീതത്തോടുള്ള താല്പര്യവും മേരിക്കുട്ടിയോടുള്ള ആത്മബന്ധവും അദ്ദേഹത്തിന്റെ കരിയറിലെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. മേരിക്കുട്ടി സരിതയാണ് ഇത് അവതരിപ്പിച്ചത്. പരാജയപ്പെട്ട വിവാഹ ജീവിതത്തിന് ഇരയായ തൻ്റെ കുഞ്ഞിനൊപ്പം ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ശക്തിയായ സ്ത്രീ കഥാപാത്രമാണ് മേരിക്കുട്ടി. സമൂഹത്തിന്റെ ക്രൂരതകൾക്കിടയിലും അന്തസ്സോടെ ജീവിക്കാൻ ശ്രമിക്കുന്ന സരിതയുടെ പ്രകടനം വളരെ സ്വാഭാവികമായിരുന്നു. സംഗീതത്തിലൂടെ ലൂയിസുമായി അടുക്കുന്ന മേരിക്കുട്ടിയുടെ വൈകാരിക മാറ്റങ്ങൾ സരിത ഹൃദ്യമായി തന്നെ അവതരിപ്പിച്ചു. നെടുമുടി വേണു ഇതിൽ പുരോഹിതന്റെ വേഷത്തിലാണ് എത്തിയത്. ഗ്രാമത്തിലെ പള്ളിയിലെ പുരോഹിതനാണ് അദ്ദേഹം. ഗ്രാമവാസികളുടെ കടുത്ത യാഥാസ്ഥിതിക നിലപാടുകൾക്കിടയിൽ ലൂയിസിനും മേരിക്കുട്ടിക്കും ആശ്വാസമാകുന്ന സ്നേഹസമ്പന്നനായ ഒരു വൈദികന്റെ ഭാവങ്ങൾ അദ്ദേഹം തന്മയത്വത്തോടെ അവതരിപ്പിച്ചു. സിനിമയിലെ ഇന്നസെന്റിന്റെ കഥാപാത്രം വളരെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. ഗ്രാമത്തിലെ പരദൂഷക്കാരനായ റപ്പായി എന്ന കഥാപാത്രത്തെയാണ് ഇന്നസെന്റ് അവതരിപ്പിച്ചത്. ലൂയിസിനെയും മേരിക്കുട്ടിയെയും കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ കഥയിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഈ കഥാപാത്രം പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. മറ്റ് കഥാപാത്രങ്ങളെ നോക്കിയാൽ ലാസർ എന്ന ജനാർദ്ദനൻ അവതരിപ്പിച്ച കഥാപാത്രം, മേരിക്കുട്ടിയുടെ ക്രൂരനായ ഭർത്താവായി നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് ജനാർദ്ദനൻ അവതരിപ്പിച്ചത്. ലിസി, തെരേസ ശ്രദ്ധേയായ ഒരു സഹനടിയുടെ വേഷം. ഫിലോമിന തൻ്റെ സ്വതസിദ്ധമായ അഭിനയ ശൈലിയിൽ ഒരു വൃദ്ധയുടെ വേഷം ചെയ്തു. മാസ്റ്റർ പ്രസോപ്പ് മേരിക്കുട്ടിയുടെ മകനായ കുട്ടനായി അഭിനയിച്ചു. ഭരതൻ എന്ന സിനിമാറ്റിക് പെയിന്ററുടെ കരവിരുതുകൾ ഏറ്റവും കൂടുതൽ ദൃശ്യമായ ചിത്രങ്ങളിലൊന്നാണ് കാതോട് കാതോരം. അദ്ദേഹത്തിൻ്റെ ഓരോ ഫ്രെയിമുകളും ഓരോ പെയിന്റിംഗ് പോലെ മനോഹരമായിരുന്നു. ഇടുക്കിയിലെ മലയോര ഗ്രാമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സിനിമ ചിത്രീകരിച്ചത്. മഞ്ഞും മഴയും പച്ചപ്പും സിനിമയുടെ മൂഡിനനുസരിച്ച് ഭരതൻ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ലൂയിസും മേരിക്കുട്ടിയും തമ്മിലുള്ള ആത്മബന്ധം വളരുന്നത് പ്രകൃതിയുടെ ശാന്തതയിലാണ്. ഭരതൻ സിനിമകളിൽ സാധാരണ കാണാറുള്ള ഷാഡോ ആൻഡ് ലൈറ്റ് പരീക്ഷണങ്ങൾ ഇതിലുമുണ്ട്. വീടിനുള്ളിലെ രംഗങ്ങളിലും പള്ളിയിലെ രംഗങ്ങളിലും സ്വാഭാവികമായ വെളിച്ചം ഉപയോഗിച്ചത് രംഗങ്ങൾക്ക് കൂടുതൽ ജീവൻ നൽകി. ഈ സിനിമയിലെ ഗാനങ്ങൾ വെറും പാട്ടുകളായല്ല, കഥയുടെ ഭാഗമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ദേവദൂതർ പാടി എന്ന ഗാനം. ഈ ഗാനത്തിന്റെ ചിത്രീകരണം അക്കാലത്ത് വിപ്ലവകരമായിരുന്നു. പള്ളിപ്പെരുന്നാളിന്റെ പശ്ചാത്തലത്തിൽ ഒരു സംഗീത ട്രൂപ്പിന്റെ പ്രകടനം പോലെ വളരെ ചടുലമായാണ് ഇത് ഷൂട്ട് ചെയ്തത്. മമ്മൂട്ടിയുടെ വയലിൻ വായനയും ജനക്കൂട്ടത്തിന്റെ ആവേശവും ഇതിൽ മനോഹരമായി കോർത്തിണക്കിയിട്ടുണ്ട്. നീയൻ സർഗ സൗന്ദര്യമേ. പ്രണയവും സംഗീതവും ഇഴചേർന്ന ഈ പാട്ടിൽ പ്രകൃതിയുടെ ഭംഗിക്കാണ് മുൻഗണന നൽകിയത്. കഥാപാത്രങ്ങളുടെ മനസ്സിലെ വികാരങ്ങൾ, പ്രത്യേകിച്ച് സരിതയുടെ സങ്കടവും മമ്മൂട്ടിയുടെ നിഷ്കളങ്കമായ ചിരിയും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മനോഹരമായ ക്ലോസപ്പ് ഷോട്ടുകൾ ഭരതൻ ഉപയോഗിച്ചിട്ടുണ്ട്. സിനിമയുടെ പേര് പോലെ തന്നെ ശബ്ദത്തിന് വലിയ പ്രാധാന്യമുണ്ടിത്. കാറ്റിൻ്റെ ശബ്ദം,
മഴത്തുള്ളികൾ വീഴുന്നത്, പക്ഷികളുടെ ചിലക്കൽ എന്നിവയെല്ലാം രംഗങ്ങളുടെ തീവ്രത കൂട്ടാൻ സഹായിച്ചു. കാതോട് കാതോരം എന്ന ഈ സിനിമയുടെ ക്ലൈമാക്സ് വൈകാരികവും എന്നാൽ അല്പം സംഘർഷഭരിതവുമാണ്. ലൂയിസും മേരിക്കുട്ടിയും തമ്മിലുള്ള പരിശുദ്ധമായ ബന്ധത്തെ ഗ്രാമവാസികൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ക്ലൈമാക്സിലേക്ക് നയിക്കുന്നത്. ലൂയിസിനെയും മേരിക്കുട്ടിയെയും ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കാൻ ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുന്നുണ്ട്. മേരിക്കുട്ടിയുടെ മുൻ ഭർത്താവായ ലാസറിന്റെ കടന്നുവരവ് സാഹചര്യം കൂടുതൽ വഷളാക്കുന്നു. ലൂയിസിന് സംഗീതത്തോടുള്ള ആത്മബന്ധം ക്ലൈമാക്സിലും ദൃശ്യമാണ്. തന്റെ പ്രിയപ്പെട്ട വയലിൻ തകർക്കപ്പെടുമ്പോൾ അത് ലൂയിസിന്റെ മനസ്സിനേൽക്കുന്ന മുറിവായി ഭരതൻ ചിത്രീകരിച്ചിരിക്കുന്നു. ഗ്രാമവാസികൾ അവരെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ നെടുമുടി വേണു അവതരിപ്പിക്കുന്ന അച്ഛൻ അവർക്ക് താങ്ങായി നിൽക്കുന്നു. കപട സദാചാരത്തേക്കാൾ വലുത് സ്നേഹമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും ജനക്കൂട്ടത്തിന്റെ രോഷം നിയന്ത്രിക്കാനാവാതെ വരുന്നുണ്ട്. തങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ദൂരെ മാറി മറ്റൊരു സ്ഥലത്തേക്ക് അവർ താമസം മാറ്റുന്നുണ്ടെങ്കിലും അവരുടെ ദുരന്തങ്ങൾ അവരിൽ നിന്നും വിട്ടുപോകുന്നില്ല എന്ന് സിനിമയുടെ അവസാന ഭാഗത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ലാസർ അവരെ പിന്തുടർന്നു വരുന്നുണ്ട്. അതുപോലെ മേരിക്കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും പിന്നീട് അതൊരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയും അതിൻ്റെ ഭാഗമായി മേരിക്കുട്ടി മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവസാന രംഗത്തിൽ മേരിക്കുട്ടി മരിച്ച സ്ഥലത്ത് നിന്ന് ഈ മകനും മമ്മൂട്ടിയുടെ കഥാപാത്രവും മാത്രമായി നിൽക്കുന്ന ഒരു ക്ലോസപ്പ് ഷോട്ടിലാണ് സിനിമ അവസാനിക്കുന്നത്.